ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. സ്ത്രീകളുടെ അന്തസ് ഉയർത്തിപ്പിടിച്ച ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന് ഒരു ബിഗ് സല്യൂട്ട്. സ്ത്രീയെ ശരീരം മാത്രമായി കാണുന്ന ഒരു വിഭാഗത്തിന് കർശന മുന്നറിയിപ്പും താക്കീതുമാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ പ്രതികരണം. ഹണി റോസിനെ അപമാനിച്ചുള്ള പ്രതികരണങ്ങളിൽ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുക, കോടതി ജാമ്യം നൽകിക്കഴിഞ്ഞ് മറ്റ് തടവുകാരുടെ രക്ഷകനായി ജയിലിൽ തുടരുക, അറസ്റ്റ് നടന്നതു മുതൽ തെറ്റുകാരനല്ല എന്ന് വിളിച്ചു പറഞ്ഞ ബോബി ചെമ്മണ്ണൂരിനെ കോടതി എടുത്തിട്ട് കുടയുകയായിരുന്നു. എന്തിന് ജയിലിൽ തുടർന്നു എന്ന ചോദ്യത്തിന് ട്രാഫിക് ജാം എന്ന് പറഞ്ഞ ബോബിയുടെ തന്ത്രം കോടതിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. പക്ഷേ ഇനി പറഞ്ഞാൽ ജയിലിൽ തുടരാമെന്ന കൃത്യമായ സന്ദേശത്തിൽ ബോബി ചെമ്മണ്ണൂർ ഭയന്നു. സാഷ്ടാംഗം മാപ്പ് പറഞ്ഞ ബോബി ചെമ്മണ്ണൂർ ഇനി ഇത് ആവർത്തിക്കില്ല എന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കോടതി കണ്ടത് ബോബിയെ മാത്രമല്ല, പീഡകർക്ക് സ്വീകരണം ഒരുക്കാൻ ഓടി നടക്കുകയും സ്ഥിരമായി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സ്ത്രീവിരുദ്ധ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്നവരെ കൂടിയാണ്. താക്കീതോടെ തീർപ്പാക്കുമ്പോൾ കോടതി വിറപ്പിച്ചോ എന്നതാണ് ചോദ്യം. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി ശ്യാം ദേവരാജിലേക്കാണ്. ഒരു പകൽ മുഴുവൻ നീണ്ട സാധാരണ നടപടികൾക്കൊടുവിലാണ് ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ സ്വീകരിച്ച ഹൈക്കോടതി തീരുമാനം വ്യക്തമാക്കിയത്. ജാമ്യ ഉത്തരവ് ലഭിച്ചിട്ടും പുറത്തിറങ്ങാതിരുന്നതിന് കോടതി സ്വമേധയാ എടുത്ത കേസിലെ തുടർ നടപടികൾ കടുത്ത താക്കീതോടെ അവസാനിപ്പിക്കുകയായിരുന്നു. എന്തും ചെയ്യാമെന്ന് കരുതരുതെന്നും കോടതിയോട് യുദ്ധം പ്രഖ്യാപിക്കരുത് എന്നും അടക്കമുള്ള കാര്യങ്ങളാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഇന്ന് പറഞ്ഞത്. ശ്യാമിലേക്ക്. ശ്യാം, ഇന്ന് രാവിലെ മുതൽ തന്നെ കോടതിയിൽ നിന്നും അതിശക്തമായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കോടതി സ്വമേധയാ എടുത്ത കേസാണ്. നേരത്തെ തന്നെ ഇതേ ബെഞ്ചാണ് സ്ത്രീകളെ അമിതമായി വിമർശിക്കുന്നതും അല്ലെങ്കിൽ സ്ത്രീയുമായി ബന്ധപ്പെട്ട് എന്ത് പരാമർശം നടത്തുന്നത് പുകഴ്ത്തലായെങ്കിൽ കൂടി അതിൻ്റെ ആ ഭാഷ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു ഉത്തരവിലൂടെ കോടതി പറഞ്ഞത്. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് ഇതേ ബെഞ്ചിലേക്ക് ഇപ്പോൾ ജാമ്യവിധിക്കായി എത്തിയത്. അതിശക്തമായ പ്രതികരണങ്ങൾ, നിർദ്ദേശങ്ങൾ അത് ബോബി ചെമ്മണ്ണൂരിന് മാത്രമായിരുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, അങ്ങനെ തന്നെയാണ്. അത് കേവലം ബോബി ചെമ്മണ്ണൂരിനെതിരെ മാത്രമുള്ള ഒരു താക്കീതോ നിർദ്ദേശമോ അല്ല. അതിനപ്പുറത്തേക്ക് സ്ത്രീവിരുദ്ധർ ആരൊക്കെയാണോ, അവർക്കെതിരെ ആരൊക്കെയാണോ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത്, അവർക്കെല്ലാമുള്ള ഒരു താക്കീതായാണ് ഇന്നലെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസിലെ ജാമ്യാപേക്ഷയിലെ വിധി ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും, അതായത് ജാമ്യാപേക്ഷയിലെ ഒടുക്കം എന്നത് അതിൻ്റെ വ്യവസ്ഥകളാണ്. അതിനപ്പുറത്തേക്കുള്ള മറ്റെല്ലാം സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അതിൻ്റെ ഓരോ വാചകവും എഴുതി വെച്ചതെന്നാണ് ആ വിധിന്യായത്തിലൂടെ ഉത്തരവിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കാൻ മുന്നോട്ട് വരുന്ന ഓരോരുത്തർക്കും ഒരു താക്കീതും ഭീഷണിയും ഒപ്പം അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നടക്കമുള്ള മുന്നറിയിപ്പോ പ്രത്യക്ഷമായ ഉദാഹരണവുമായി ആ വിധിന്യായം തന്നെ മാറുകയാണ്. ആ രീതിയിലാണ് ആ വിധിന്യായം തന്നെ വിലയിരുത്തപ്പെട്ടതും. അതിനിപ്പുറത്തേക്കാണ് കോടതി ജാമ്യം നൽകിയിട്ടും അതിനെ മാനിക്കാതെ ബോബി ചെമ്മണ്ണൂർ ഒരു ദിവസം ജയിലിൽ കിടന്നതും റിമാൻഡ് തടവുകാർക്ക് വേണ്ടി വാദങ്ങൾ ഉയർത്തിയതും അവർക്ക് വേണ്ടിയാണ് താൻ ഒരു ദിവസം കൂടി ജയിലിൽ കിടക്കുന്നത് എന്നടക്കമുള്ള വാദങ്ങൾ ഉയർത്തിയതും. അതിനെതിരെയാണ് കോടതി ഇന്ന് 3 തവണ ഈ വിഷയം പരിഗണിക്കുകയും ബോബി ചെമ്മണ്ണൂരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള കടുത്ത വിമർശനം തന്നെ ഉന്നയിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം വരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അശ്ലീല പദപ്രയോഗങ്ങളൊക്കെ നടത്തിയിരുന്ന ബോബി ചെമ്മണ്ണൂർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് വെറും പൂച്ചയെ പോലെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഏറ്റവും മാന്യമായ ഭാഷയിൽ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത്രമേൽ ബോബി ചെമ്മണ്ണൂരിനെ മാറ്റാൻ നിയമത്തിന് കഴിഞ്ഞു, ജുഡീഷ്യറിക്ക്, നീതിന്യായ വ്യവസ്ഥയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ എല്ലാം ഇന്നത്തെ അച്ചടക്ക നടപടികൾ അല്ലെങ്കിൽ ഹൈക്കോടതി നടപടിയുടെ അന്തസ്സത്ത അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്നത്. ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ, കടുത്ത ഭാഷയിലുള്ള വിമർശനം ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉയർത്തുന്നത്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ മാപ്പപേക്ഷ നൽകുമ്പോൾ ഇനിമേൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന കടുത്ത താക്കീത് കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി നൽകിയത്. മാപ്പപേക്ഷ അംഗീകരിച്ചുവെങ്കിലും തുടർ നടപടികൾ അവസാനിപ്പിച്ചുവെങ്കിലും ഇതൊരു ഡെമോക്രസിന്റെ വാളായി തന്നെ ബോബി ചെമ്മണ്ണൂരിന് മേൽ എക്കാലവും നിലനിൽക്കും എന്നത് കൃത്യമാണ്. നമ്മൾ ജാമ്യവ്യവസ്ഥകൾ പരിശോധിച്ചാൽ ഒരു സ്വാഭാവികമായി എല്ലാ പ്രതികൾക്കും നൽകുന്ന ജാമ്യവ്യവസ്ഥകൾ മാത്രമേ അതിലുള്ളൂ എങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 3ാമത്തെ വ്യവസ്ഥ എന്നത് ഈ കുറ്റകൃത്യം ആവർത്തിക്കരുതെന്നാണ്. അതായത് ഇനി ഒരു സ്ത്രീക്ക് മേൽ ദ്വയാർത്ഥ പ്രയോഗമോ അശ്ലീല പ്രയോഗമോ ഉണ്ടാകരുതെന്നാണ് ഹൈക്കോടതി ഇന്നലെ തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ ജാമ്യം റദ്ദാക്കാൻ
പോലീസിന് കോടതിയെ സമീപിക്കാം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അഭിഭാഷകൻ നൽകിയ വിശദീകരണം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയതുകൊണ്ടാണ് ഇന്നലെ ഈ ഉത്തരവ് നടപ്പാക്കാൻ കഴിയാതിരുന്നതെന്നടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ വിശദീകരണങ്ങളെല്ലാം തള്ളുന്നു. നിരുപാധികമായ മാപ്പപേക്ഷയാണ് ഇന്ന് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിക്ക് മുന്നിൽ നൽകുന്നത്. കോടതിയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ വിശദീകരിക്കുന്നത്. സംഭവിച്ചതിൽ നിരുപാധികം ക്ഷമ ചോദിക്കുന്ന ബോബി ചെമ്മണ്ണൂർ സംഭവിച്ചതിൽ ദുഃഖമുണ്ട് എന്ന് കൂടി പിന്നീട് നടത്താനിരുന്ന വാർത്താ സമ്മേളനം ബോബി ചെമ്മണ്ണൂർ റദ്ദാക്കിയത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ വായ തുറന്ന കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് എന്ന ബോധ്യത്തിൽ തന്നെ ആകണം. ശ്യാം ദേവരാജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അഡ്വക്കേറ്റ് MR അഭിലാഷ്, സുപ്രീം കോടതി അഭിഭാഷകൻ, ഡോക്ടർ ചിന്ത ജെറോം, CPM പ്രതിനിധി, അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകൻ, ദിനു വെയിൽ സാമൂഹ്യ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ചിന്ത ജെറോമിലേക്ക് പോവുകയാണ്. ചിന്ത, ഇന്നിപ്പോൾ കോടതിയുടെ വിധിയല്ല വന്നിരിക്കുന്നത്. കോടതി ആ കേസ് തീർപ്പാക്കിയിരിക്കുന്നു. പക്ഷേ തീർപ്പാക്കുമ്പോഴും അതിശക്തമായ പരാമർശങ്ങളും കർശനമായ നിർദ്ദേശങ്ങളുമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്, ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്ന് കോടതിയിൽ നടന്ന സംഭവങ്ങളെ ചിന്ത എങ്ങനെ കാണുന്നു? എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ജസ്റ്റിസിൻ്റെ വിധി, അദ്ദേഹത്തിൻ്റെ ഓരോ പരാമർശങ്ങളും സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. കാരണം ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഏറെയും കുറഞ്ഞും സമാനമായ സാഹചര്യങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള അപമാനിക്കപ്പെടലുകളിലൂടെയും കടന്നു പോകുന്നവരാണ് പൊതുരംഗത്ത് നിൽക്കുന്ന ഓരോ സ്ത്രീകളും. അതിന് ഏത് രംഗം എന്നില്ല, സിനിമ മാത്രമോ അല്ലെങ്കിൽ കലാരംഗമോ രാഷ്ട്രീയമോ എന്നല്ല. നമ്മൾ ഏതെങ്കിലും പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതിൻ്റെ മേലിലൊക്കെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അപ്പം അതിനെ സംബന്ധിച്ച് വളരെ നല്ല ഒരു പ്രതികരണം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. സ്ത്രീ പക്ഷത്ത് നിന്നു എന്നുള്ള ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ജസ്റ്റിസിൻ്റെ വിധി പ്രഖ്യാപനത്തിനകത്ത് പറയാം. സ്ത്രീ പക്ഷം തന്നെയാണ്, മനുഷ്യപക്ഷം തന്നെയാണ്. ഒരു സ്ത്രീയുടെ മനസ്സിലുണ്ടാകുന്ന പ്രയാസം അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കൃത്യമായ ഒരു വിധി പ്രഖ്യാപനം വന്നിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. തീർച്ചയായും വളരെ സന്തോഷത്തോടും ആശ്വാസത്തോടും ഇത് സമൂഹത്തിലാകെ ഒരു ചേഞ്ച് ഉണ്ടാക്കും, ഒരു മാറ്റം ഉണ്ടാക്കും, വളരെ പോസിറ്റീവായൊരു മാറ്റം ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ വിധിയെ നോക്കിക്കാണുന്നത്. ചിന്ത, ഇതിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് കോടതി ഇനി അത് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ശേഷം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതെന്ത് എന്നുകൂടി കോടതി കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ്. പ്രോസിക്യൂഷനോട് ആ വീഡിയോ ഹാജരാക്കാൻ ഇന്ന് ആവശ്യപ്പെടുകയായിരുന്നു. കാരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു കൂട്ടം ആളുകളുടെ സ്വീകരണം ഒരുക്കലുണ്ടായിട്ടുണ്ട്, പടക്കം പൊട്ടിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അവിടെ ആദ്യം അയാൾ പറഞ്ഞത് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സഹതടവുകാരെക്കുറിച്ചാണ്, അവരോടുള്ള സഹതാപത്തെക്കുറിച്ചാണ്, അവർക്ക് നൽകാനിരിക്കുന്ന സാമ്പത്തിക സഹായത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് താൻ അവിടെ ഒരു ദിവസം വൈകിയതെന്ന് അയാൾ പറയുന്നു. പക്ഷേ പിന്നീട് കോടതിയിൽ നിന്നും കാര്യങ്ങൾ തിരിച്ചടിയാകുമെന്ന് കണ്ടപ്പോൾ സാങ്കേതികമായ പ്രശ്നമാണ് എന്നും തനിക്ക് അല്ലെങ്കിൽ ജയിലിലേക്ക് ഈ ഉത്തരവ് വരാൻ വൈകി അതെന്തുകൊണ്ടാണ് എന്ന് തനിക്കറിയില്ല, അത് പരിശോധിക്കണമെന്നും മാറ്റി പറയുകയായിരുന്നു. കോടതി കൃത്യമായും ഇനി കോടതിയുടെ കണ്ണുകൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ മേൽ ഉണ്ടാകും എന്ന കൃത്യമായ സന്ദേശം കൂടിയല്ലേ നൽകുന്നത്? അതിപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെയല്ലേ, ഞങ്ങൾക്കെതിരെയല്ലല്ലോ എന്ന് ബാക്കിയുള്ളവർക്ക് ആശ്വസിക്കാനുള്ള വകയാണോ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന പരാമർശങ്ങൾ? ഒരിക്കലും അങ്ങനെ ആശ്വസിക്കാൻ കഴിയില്ല. കാരണം ഒരു ദിവസം കൊണ്ട് ശ്രീ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്വഭാവത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അതിലെല്ലാം വന്നിട്ടുള്ളൊരു മാറ്റം വളരെ ക്ലിയറാണ്. നമ്മളത് വളരെ വ്യക്തമായി കാണുകയാണ്. അപ്പോൾ ആ മാറ്റം ശരിക്കും ഇത് നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്നൊരു മാറ്റമായി മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്നലെ വരെ തുടർന്നു വന്നൊരു രീതി അത് ഇനിയും അങ്ങനെ മുമ്പോട്ട് പോയാൽ അത് വലിയ തോതിലുള്ള പ്രത്യാഘാതം വ്യക്തിപരമായും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് മേഖലകളിലും അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരു വലിയ മാറ്റം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലും വന്നിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ സ്മൃതി ചൂണ്ടിക്കാണിച്ചു, വാർത്താ സമ്മേളനം ഒഴിവാക്കുന്നു, ആഘോഷങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റ് ചില നാടകങ്ങളൊക്കെ ആദ്യം ഉയർത്തിക്കൊണ്ട് വന്നല്ലോ. അപ്പം അതിനെ ആ അർത്ഥത്തിൽ തന്നെ കോടതി ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു അദ്ദേഹം കാണിക്കുന്ന
പ്രകടനങ്ങളും പ്രഹസനങ്ങളും ഒക്കെ എന്താണ് എന്ന് കോടതി ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കി അതുപോലെ തന്നെ കോടതി അതിനെ പരാമർശിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ്. നീതിന്യായ വ്യവസ്ഥിതിയിലേക്ക് ആശ്രയിക്കാനുള്ള നമ്മുടെ എല്ലാം പ്രതീക്ഷയെ വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ശ്രീ ബോബി ചെമ്മന്നൂരിനുണ്ടായ മാറ്റം അത് പൊതുവെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമായി അതൊരു മാറ്റമായി ചിന്ത ഇപ്പോഴും കരുതുന്നുണ്ട് എന്നാണോ? അതൊരു മാറ്റമാണോ അതോ ഭയപ്പാടിൽ നിന്നുണ്ടായ ഒരു പ്രതികരണമാണോ? കാരണം അയാൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പടക്കം പൊട്ടിക്കാൻ വന്നവരെ താൻ പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ ബോബി ചെമ്മണ്ണൂർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് പിന്നീട് ഒരുമിച്ച് കൂടാം, ഇപ്പോൾ പുറത്തുനിന്ന് വേണ്ട, എന്തെങ്കിലും പറഞ്ഞ് കുഴപ്പമാകും, അതായത് പിന്നീട് ആഘോഷിക്കാൻ, രഹസ്യമായി ആഘോഷിക്കാമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ കേട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഖേദപ്രകടനം, അല്ലാതെ ഞാൻ പറഞ്ഞത് ഇപ്പോഴും തമാശ വിത്തിൻ കോഡ്സ് തമാശ എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ആ തമാശ ബാക്കിയുള്ളവർക്ക് വേദനിച്ചെങ്കിൽ ആ തമാശ ഇനി പറയുന്നില്ല, പക്ഷെ തൻ്റെ ഉള്ളിലുള്ളത് ഈ തമാശ തന്നെയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ തിരുത്താൻ സാധിക്കുക എളുപ്പമല്ല. അപ്പോൾ കർക്കശമായ നടപടികളിലൂടെ പാഠം പഠിപ്പിക്കുക, അല്ലെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമാകുമെന്നൊരു ബോധ്യത്തിലേക്ക് എത്തിക്കുക, അതിലപ്പുറമൊന്നും ചെയ്യാൻ കഴിയില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ അവിടെ എത്തിയ ആഘോഷ കമ്മിറ്റിക്കാർ പലയിടത്തും ഇങ്ങനെ ആഘോഷ കമ്മിറ്റിക്കാരായി വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളുടെ സമയത്തായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടി വാദിക്കാൻ ഒരു കൂട്ടം, അങ്ങനെയുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു കൂട്ടർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആഘോഷിക്കാൻ ഒരു കൂട്ടർ. അത് എല്ലായിടത്തും അവർ എത്തിച്ചേരും എന്നുള്ളതാണ്. അങ്ങനെ എത്തിയവരെയാണ് ഇന്നും നമ്മൾ ജയിലിന് മുന്നിൽ കണ്ടത്. ചിന്ത അതെ, അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും കോടതിയുടെ വളരെ ഷാർപ്പായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റമാണ്. ഇനിയും ഇത്തരത്തിൽ തുടർന്നാൽ അത് അദ്ദേഹത്തിന് വലിയ തോതിൽ പ്രയാസമുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്ന മാറ്റമാണ്. അല്ലെങ്കിൽ അങ്ങനൊരു പശ്ചാത്താപമൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നേരത്തെ ആകാമായിരുന്നല്ലോ. ആ ഘട്ടത്തിലൊന്നും അദ്ദേഹം അങ്ങനൊരു സമീപനം അല്ല സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ കോടതി ഇടപെട്ടു, കോടതി വളരെ ഷാർപ്പായി അതിനകത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ നിലപാടിനകത്തുണ്ടായ ഭയത്തിൽ നിന്ന് ഉയർന്നു വന്ന മാറ്റമാണ്. പക്ഷേ എനിവേ അത് നമ്മളൊരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം അങ്ങനൊരു പ്രതീക്ഷ കേരളത്തിലെ സ്ത്രീകൾക്കുണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. ഇത്തരം എന്തും പറയാം, വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയാം, സ്ത്രീയെ ഏത് വിധത്തിലും ആക്ഷേപിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുമായി നിൽക്കുന്നവർക്ക് ഇതൊരു ഭയം ജനിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പിന്നെ കൂടുതൽ സ്ത്രീകൾക്ക് തുറന്നു പറയാനും പരാതി കൊടുക്കാനുമുള്ളൊരു ധൈര്യം കൂടി ഹണി റോസ് സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ചിന്ത അതിൽ ഇതിന്റെ വേഗത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് ഹണി റോസ് ആയതുകൊണ്ട് ഹണി റോസിന് DGPയെ ബന്ധപ്പെടാൻ സാധിക്കുന്നു, ഹണി റോസിന് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ സാധിക്കുന്നു. കാര്യങ്ങൾക്ക് വേഗം വെച്ചത് അതുകൊണ്ടല്ലേ? പോലീസിന്റെ പെട്ടെന്നുള്ള ആക്ഷൻ എത്ര കേസുകളിൽ ഉണ്ടായിട്ടുണ്ട്, എത്ര സൈബർ കേസുകളിൽ ഉടനടി നടപടി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇല്ലേ? നമുക്ക് തന്നെ വ്യക്തിപരമായ അത്തരം അനുഭവങ്ങളില്ലേ? വളരെ വേഗത്തിൽ നടപടികൾ ഉണ്ടാവുക വളരെ ചുരുക്കമാണ്. അല്ല, നമ്മൾ അങ്ങനെ അതിനെ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഹണിയുടെ പരാതിയിന്മേൽ വളരെ കൃത്യമായി ഗവൺമെൻറ് ഇടപെടുന്നു എന്നുള്ളത് അതിൻ്റെ ആ പോസിറ്റീവ് വശത്തെ നമ്മൾ കാണുക. അപ്പം അതിനകത്ത് വീണ്ടും ഇത് ഹണി ആയതുകൊണ്ടല്ലേ എന്നൊരു ചോദ്യം അത്ര പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ എല്ലാ സ്ത്രീകളും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ്. എല്ലാ മനുഷ്യർക്കും തുല്യമായി പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. അതിനകത്തെല്ലാം കൃത്യമായ ഫോളോ അപ്പ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാം, ഉടൻ തന്നെ അതിൻ്റെ പ്രതികരണവും മറുപടികളും ലഭിക്കും. ആ കലാകാരി അത്തരത്തിൽ ഇടപെട്ടു, മുഖ്യമന്ത്രി അതിനകത്ത് ഇടപെട്ടു എന്നുള്ളൊരു ഭാഗം നിലനിൽക്കുമ്പോഴും അവർക്ക് മാത്രം ലഭിക്കുന്ന പരിഗണനയല്ല, കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും അത് ലഭിക്കുന്നുണ്ട്. നമ്മളത് കൂടുതൽ ഉപയോഗപ്പെടുത്താനും ധൈര്യപൂർവ്വം മുമ്പോട്ട് വരാനും ഈ സംഭവം നമുക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ശരി, അഡ്വക്കേറ്റ് MR അഭിലാഷ്, സുപ്രീം കോടതി അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശങ്ങളെ നിയമപരമായി താങ്കൾക്ക് എങ്ങനെയാണ് വിശദീകരിക്കാനാവുക? കാരണം ഇതൊരു വിധിയല്ല. കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഓരോ വാക്കുകളും സ്ത്രീകളുടെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്നതാണ്, സ്ത്രീകൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ ഇതൊരു വിധിയല്ല, പരാമർശങ്ങളും വിമർശനങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നാളെ സമാനമായൊരു കേസ് ഇനിയും സംഭവിക്കുമ്പോൾ മറിച്ചുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ മറ്റു ചില ബെഞ്ചുകളിൽ നിന്നുണ്ടാകാം, മറ്റു ചില ബെഞ്ചുകളിൽ നിന്നുള്ള വിമർശനങ്ങളായി വരാം, അല്ലെങ്കിൽ പ്രതികൾക്ക് അനുകൂലമായ പ്രതികരണങ്ങളായി വരാം. ഇതൊക്കെ നമ്മൾ കോടതികളിൽ സംഭവിക്കുന്നതായി കണ്ടിട്ടുള്ളതാണ്. പരാമർശം മാത്രമാണ് എന്ന നിലയ്ക്ക് ഇനിയും ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണേണ്ടേ? ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് വിധിയല്ലാത്ത പശ്ചാത്തലത്തിൽ
കോടതി കഴിഞ്ഞ ദിവസം വിധി പാസ്സാക്കിയല്ലോ സ്മൃതി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് അത് നിയമതത്വങ്ങൾ നിരത്തിയുള്ള വിശദമായിട്ടുള്ള ഉത്തരവാണ്. അത് വിധിയായിട്ട് തന്നെ കണക്കാക്കാൻ കഴിയുന്നതാണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് നിയമതത്വങ്ങൾക്ക് കേരളത്തിന്റെ ടെറിട്ടറിയിൽ അതിന് നിയമപരമായിട്ടുള്ള ബൈൻഡിങ് ആയിട്ടുള്ള സ്വഭാവവുമുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജാമ്യ ഉത്തരവ് എന്ന് പറയുന്നത് ശ്രീ ബോബിയെ സംബന്ധിച്ചിടത്തോളം ജാമ്യം നൽകുമ്പോൾ തന്നെ വളരെ കഠിനമായിട്ടുള്ള ഒരു ഉത്തരവ് തന്നെ ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയായി ഈ ഒഫൻസ് നിലനിൽക്കുന്നതാണ് എന്ന് വീഡിയോ കോടതിയിൽ പ്ലേ ചെയ്തതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി എടുത്ത നിഗമനം അത് ആ ബെയിൽ ഉത്തരവിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വസ്തുതാപരമായ വിഷയങ്ങളിൽ വിചാരണ നേരിടാൻ ശ്രീ ബോബിക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത്, അതായത് ട്രയൽ പ്രൊസീജിയർ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയെന്നിരിക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത് പ്രഥമ ദൃഷ്ടിയായി ഒഫൻസ് അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്ന് അവിടെ ഒരു നിരീക്ഷണം നടത്തിയതൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ഡിസ്ചാർജിന് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ക്വാഷ് ചെയ്യാൻ പോവുകയാണെങ്കിലും ഒക്കെ വളരെ അപകടകരമായ രീതിയിൽ ഉള്ള ഫൈൻഡിങ് ആണ്. സ്റ്റിൽ ഹൈക്കോടതി അങ്ങനെയൊക്കെയുള്ള നിരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷവും അദ്ദേഹത്തിന് ബെയിൽ കൊടുക്കുകയാണ് ചെയ്തത്. അതിനെ സംബന്ധിച്ച് പിന്നീട് ഇന്നുണ്ടായ തുടർ നടപടി എന്നത് കുറച്ച് വ്യത്യസ്തമാണ്. ഇന്നൊരു ഉത്തരവ് പാസ്സാക്കുവാൻ വേണ്ടിയല്ല തുടർ നടപടികൾ എടുത്തത്. ബെയിൽ ഉത്തരവ്, ജാമ്യ ഉത്തരവ് കിട്ടിയതിന് ശേഷവും അദ്ദേഹം ജയിലിനെ പുറത്തിറങ്ങാതെ ബന്ധപ്പെട്ട പേപ്പറുകളിൽ ഒപ്പുവെക്കാതെ ഒരു പക്ഷേ കുറച്ചൊരു ഡെല്യൂസീവായിട്ട് അദ്ദേഹം പെരുമാറിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാകുന്നത്. അപ്പൊ അത്തരത്തിൽ നിയമവ്യവസ്ഥയെ മാനിച്ച് പുറത്തിറങ്ങേണ്ടതിന് പകരം ഇനി ബാക്കിയുള്ള വിചാരണ തടവുകാരുടെയും കൂടെ കാര്യത്തിലുള്ള തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ ഞാൻ പുറത്തു വരികയുള്ളൂ എന്ന് സ്വതസിദ്ധമായി അദ്ദേഹത്തിന്റെ പൊതുസ്ഥലങ്ങളിലും വ്യാവസായിക സ്ഥാപനത്തിലും ഒക്കെ പ്രകടിപ്പിക്കാറുള്ള തരത്തിലുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ തങ്ങാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പൊ കോടതി വിചാരണ തടവുകാരുടെ കാര്യം നോക്കാൻ കോടതിയുണ്ട്, അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ഏജൻസികളുണ്ട് എന്നിരിക്കെ ഒരു വിചാരണ തടവുകാരൻ ഉത്തരവ് കിട്ടിയതിനു ശേഷം പുറത്തിറങ്ങില്ല എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തന്നെയും. ഒരിടത്തും ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ടതായിട്ട് പോലും കണ്ടിട്ടില്ല. അപ്പോൾ വളരെ അഭൂതപൂർവമായി ഒരു നടപടിയിലൂടെ അദ്ദേഹം പുറത്തിറങ്ങാൻ വിസമ്മതിച്ചതിനെ തുടർന്നിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് അത് പരിഗണനയിൽ എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജയിലിന് പുറത്തു വരാൻ അദ്ദേഹം സന്നദ്ധത കാട്ടാതിരുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായി ഒരു നിലപാട് അറിയിക്കേണ്ടതായിട്ടുണ്ട്. ജാമ്യം വരെയും റദ്ദാക്കുവാൻ കോടതി മടിക്കില്ല എന്ന് സുവ്യക്തമായി ബഹുമാനപ്പെട്ട കോടതി സൂചിപ്പിക്കുകയുണ്ടായത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു വിവേകം ഉദിച്ചത്. ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അവിടെ നമുക്ക് ക്ലബായിട്ട് കാണാനൊക്കില്ല. എത്ര വലിയ ധനികനാണെങ്കിലും വ്യവസായി ആണെങ്കിലും ഇനി ഒരു സ്പോർട്സ്മാൻ ആണെങ്കിൽ തന്നെയും ജയിലിനകത്ത് സ്പോർട്സ് ഐറ്റംസ് ഒന്നും അനുവദനീയമല്ല. അത്തരത്തിലുള്ള വ്യവഹാരങ്ങളോ അത്തരത്തിലുള്ള വാദങ്ങളോ ഒന്നും തന്നെ ജയിലിൽ സാധ്യമല്ല എന്നിരിക്കെ അദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ നിലപാടിലെ ഒരു വിരോധാഭാസം കോടതി മനസ്സിലാക്കുകയും അത് അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്തത് എന്ന് മാത്രമല്ല പിന്നീട് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ എല്ലാം തന്നെ നിരുപാധികം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ മാപ്പ് പറയുകയും ഇനി ഇങ്ങനെ ഒരു പരാമർശം ഡബിൾ മീനിങ്ങോടുകൂടിയുള്ള വഷളത്തരങ്ങളൊന്നും തന്നെ അദ്ദേഹം വിളിച്ചു പറയില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തത്. അതൊരു നല്ല ശുഭകരമായ ഒരു അവസാനം തന്നെയാണ് സ്മൃതി. കാരണം ഇത്രയധികം ദിവസം ജയിൽവാസത്തിന് ശേഷം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം കാട്ടിക്കൂട്ടിയതൊക്കെ തന്നെ തെറ്റായിരുന്നു എന്നൊരു മനുഷ്യൻ റിയലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ. എന്ന് മാത്രമല്ല ഈ ജാമ്യ ഹർജിയിലെ ഉപാധികളിൽ ഇങ്ങനെയുള്ള ഒഫൻസുകൾ ഇനി കമ്മിറ്റ് ചെയ്യരുത് എന്നൊരു നിബന്ധനയുമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഇനിയുള്ള ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഹിസ്റ്ററി ഷീറ്ററായിട്ട് മാറുകയാണ്. ഇനി ഒരു തരത്തിലുള്ള ലീനിയൻസിയും കോടതിയിൽ നിന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. മനുഷ്യരാണ്, തെറ്റുകൾ പറ്റും, നിയമത്തിൽ ഒഫൻസ് ആയിട്ടുള്ള തെറ്റുകൾ പറ്റും, പക്ഷെ അവർക്ക് മാറാനുള്ള ഒരു അവസരം കൂടെ നിയമം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ മാപ്പ് അപേക്ഷിച്ചു കഴിഞ്ഞാൽ കോടതി ലീനിയന്റ് ആയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുകയുള്ളൂ എന്ന് രാവിലെ വ്യക്തമാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന മാറ്റത്തെ നാം സംശയത്തോടുകൂടി കാണേണ്ടതായിട്ടില്ല. ഓരോ മനുഷ്യന്റെയും ഓരോ സാഹചര്യങ്ങളും അല്ലേ. ഒരുപക്ഷെ ഈ ഫാൻ ഗ്രൂപ്പുകളാൽ മാത്രം പൊതിഞ്ഞിരിക്കുന്ന, ഫാൻസുകളാൽ മാത്രം സ്വയം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചില ഡെല്യൂസീവ് ആയിട്ടുള്ള തോട്ട്, ഡെല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള മാനസികാവസ്ഥയാണ്.
ഒരു മനുഷ്യൻ ചില തരത്തിലുള്ള വിഭ്രാന്തിയിൽ അല്ലെങ്കിൽ സങ്കല്പനങ്ങൾ മുഴുകിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം മനഃശാസ്ത്രത്തിൽ ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡിയർ, ഞാനൊരു വലിയ ചക്രവർത്തിയാണ്, എന്റെ ചുറ്റും നിൽക്കുന്നത് ലോകം മുഴുവൻ എന്റെ അനുചരന്മാരാണ് എന്ന് പറഞ്ഞാൽ പെർസിക്യൂഷൻ എന്ന് വെച്ചാൽ എല്ലാവരും വേട്ടയാടുന്നു എന്നൊരു ചിന്ത ഒരു മനുഷ്യനെ വേട്ടയാടുമ്പോഴാണ് അത് ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ ആകുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു ഗ്രാൻഡിയറിൽ നിന്ന വലിയൊരു ചക്രവർത്തിയെ പോലെ തന്റെ അനുചരന്മാരുടെ ഇടയിൽ ന്യായമായ കാര്യങ്ങൾക്കായിരിക്കും അദ്ദേഹം പണം വാരി വിതറിയിട്ടുള്ളത്. മാനുഷിക പ്രവർത്തനങ്ങളെയൊന്നും കുറച്ചു കാണുന്നില്ല. അദ്ദേഹം വീണ്ടും ധനവാനാകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടട്ടെ. പക്ഷെ ഈ വഷളത്തരം വിളിച്ചു പറയുക എന്ന് പറയുന്നത് ഒരു തെറ്റായിരുന്നു, നിയമത്തിലൊരു ഒഫൻസാണ്. കോടതികൾ അത് അംഗീകരിക്കില്ല. ഇത്തരത്തിലുള്ള അനുബന്ധ ചേഷ്ടകളും കോടതികൾ അംഗീകരിക്കില്ല എന്നൊരു വലിയ റിയലൈസേഷനിൽ അദ്ദേഹം ചെന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും മനസ്സിലാകുന്നത്. നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു കറക്ഷണൽ ഒരു ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റമാണ്. ആൾക്കാർക്ക് റീഫോം ചെയ്യുവാനുള്ള അവസരം ജയിൽ മുരളിധർ ഒരുക്കാറുണ്ട്, കോടതികളുടെ ശാസനകൾ ഒരുക്കാറുണ്ട്. അപ്പൊ ശ്രീ ബോബി ചെമ്മണ്ണൂർ ഒരു സമൂഹത്തിന് ഇത്തരത്തിലൊരു ഭീഷണിയായിട്ട് ഇനി ഉയർന്നു വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ള എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളിലും ശരീരഭാഷയിലും ഉണ്ട്. നമുക്കതിൽ തൽക്കാലം വിശ്വസിക്കാം. മറിച്ചാണെന്നുണ്ടെങ്കിൽ നിയമപരമായ വഴികൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള ഇതിന് ഇരകളാകപ്പെടുന്നവർക്ക് തേടേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒന്നും സംഭവിക്കുമെന്ന്. അദ്ദേഹം താങ്കൾ പറഞ്ഞ മാനസികാവസ്ഥ അദ്ദേഹത്തിന് ജയിലിൽ കിടന്നപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് സഹതടവുകാരുടെ രക്ഷകനായി അദ്ദേഹത്തിന് സ്വയം തോന്നിയത്. അതുകൊണ്ടാണ് ഒരു ദിവസം കൂടി താൻ അവിടെ തന്നെ തുടരാം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത്. അവർക്ക് എത്ര പേർക്ക് സാമ്പത്തിക സഹായം, 10-26 പേരുണ്ട്, അവരുടെ എണ്ണമൊക്കെ എടുത്ത് അവരെ കൂടി പുറത്തിറക്കാനുള്ള വലിയ ആലോചനയിലായിരുന്നു അദ്ദേഹം. പക്ഷേ പുറത്തിറങ്ങുമ്പോഴും ആ ആലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം കോടതി അത് കണ്ടിട്ടുണ്ട് എന്ന് കണ്ടപ്പോഴാണ് തന്ത്രപൂർവ്വം നിലപാട് മാറ്റിയത്. അപ്പോൾ തന്ത്രമാണോ അതോ മാനസാന്തരമാണോ എന്നറിയണം. ദിനു വെയിലിന് എന്താണ് അഭിപ്രായം എന്ന് കേൾക്കാം. ദിനു വെയിൽ, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ബോബി ചെമ്മണ്ണൂരിന് ഒരു മനസ്സിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ? നിലപാടുകളിൽ, അഭിപ്രായങ്ങളിൽ ഒരു മാറ്റമുണ്ടായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നടത്തിയ പ്രതികരണമല്ല പിന്നീട് പറയുന്നത്. കാരണം കോടതി ആ ദൃശ്യങ്ങൾ പോലും പ്രോസിക്യൂഷനോട് കോടതിയിൽ ഹാജരാക്കാൻ പറയുകയായിരുന്നു. അതിനുശേഷം നടത്തിയ അതിരൂക്ഷമായ അതിശക്തമായ പരാമർശങ്ങളുണ്ട്. പിന്നീട് അല്പം മയപ്പെട്ടുകൊണ്ട് താൻ ഇനി പറയില്ല എന്ന് പറയുമ്പോഴും ഖേദപ്രകടനം നടത്തുമ്പോഴും കേട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ എന്ന് തന്നെയാണ് പറയുന്നത്. താൻ പറഞ്ഞത് തമാശയാണ് എന്ന് ആവർത്തിക്കുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ. ഇനി തമാശ ആവർത്തിക്കാൻ അല്പം ഭയപ്പെടും എന്നതൊഴിച്ചാൽ ഒരാളെ മാറ്റാൻ ഈ കോടതിയുടെ വിമർശനങ്ങൾ കൊണ്ട് ആയിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നിയമജ്ഞൻ, നമ്മളെല്ലാവരും ആദരിക്കുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു ഭരണഘടനാ റിപ്പബ്ലിക്കിൻ്റെ കിരീടത്തിലെ രത്നമാണ് സ്വതന്ത്രമായ ജുഡീഷ്യറി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ പണത്തിൻ്റെ മുകളിൽ, ബിസിനസ് സാമ്രാജ്യങ്ങളുടെ മുകളിൽ ഒന്നും തന്നെ ആരുമില്ലെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്ക് മുകളിൽ വളരെ കൃത്യമായി ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ടെന്നും ഈ നീതിന്യായ വ്യവസ്ഥയ്ക്കകത്ത് ഭരണഘടനാ കോടതികളുണ്ടെന്നും ഉറപ്പിക്കുന്നതാണ് ഒരുപക്ഷെ ഇന്നലെയുള്ള വിധി. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഊർജിതമായിട്ടുള്ള കോടതിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് ഇന്ന് കോടതി എടുത്തിട്ടുള്ള സുവോമോട്ടോ നടപടിക്രമങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത്തരമൊരു നടപടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ പോലും നേരത്തെ ചോദിച്ച പോലെ തന്നെ എന്നെ ഭയപ്പെടുത്തുന്നത് ഈ ജയിലിന് മുന്നിൽ ഉള്ള ആൾക്കൂട്ടമാണ്. ഒരുപക്ഷെ സാക്ഷര കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു കാര്യമാണ് ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ ഇന്ന് എത്തിയിട്ടുള്ള കൂട്ടം. പടക്കം പൊട്ടിച്ചുകൊണ്ട്, മാല ഇട്ടുകൊണ്ട്, ബോച്ചെ ബോച്ചെ എന്ന് വിളിക്കുന്ന ഈ ആളുകൾക്ക് മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് ചേ എന്നാണ് ഇവരോട് എനിക്ക് തിരിച്ച് പറയാനുള്ളത്. ഇവർക്ക് പ്രാഥമികമായ ഒരു ഡീസൻസി ഇല്ലേ, മൊറാലിറ്റി ഇല്ലേ? ഇവിടുത്തെ പബ്ലിക് ഓർഡറിനോട് എന്തെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എത്തിക്കൽ വാല്യൂ ഈ മനുഷ്യർക്കുണ്ടോ? എന്ത് ഭരണഘടനാ സദാചാര മൂല്യമാണ് ഈ മനുഷ്യർ പേറുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നോക്കൂ, പരാതിക്കാരിയായിട്ടുള്ള വ്യക്തിയെ ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹണി റോസ് ഗോ ബാക്ക്, ഹണി റോസ് ഗോ ടു ഹെൽ എന്നാണ്. ഏത് നരകത്തിലേക്കാണ് പരാതിപ്പെടുന്ന സ്ത്രീകൾ പോകേണ്ടതെന്നാണ് ഇവർ പറയുന്നത്? ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ലൈംഗിക അതിക്രമ പ്രതികൾക്ക് വേണ്ടി, കുറ്റാരോപിതർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി കൈയടിക്കുന്ന ഇത്തരം കൂട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ലജ്ജിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആത്മാഭിമാനവും അന്തസ്സുമില്ലാത്ത മെൻസ് അസോസിയേഷൻ പ്രതിനിധികളായിട്ടുള്ള വ്യക്തികൾ അവർ ഇനിയെങ്കിലും ഭരണഘടനയ്ക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പഠിക്കണം എന്നുള്ള കാര്യമാണ്. ഇത്തരം ആളുകൾക്കെതിരെ കൂടി, അതായത് പരാതിക്കാരിയെ വീണ്ടും വീണ്ടും അപമാനിക്കുന്ന, അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾക്കെതിരെ കൂടി നിയമ നടപടികൾ സ്വീകരിക്കുന്ന രീതിയിൽ നിയമങ്ങളുടെ ഭേദഗതി വേണം. ജയിലും ജയിലിന്റെ പരിസരങ്ങളിലുമുള്ള പെരുമാറ്റ ചട്ടങ്ങൾ അത്തരത്തിൽ മാറേണ്ടത് കൂടിയുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
ശരി, രാഹുൽ ഈശ്വറുണ്ട് ഇപ്പോൾ ചർച്ചയിൽ. രാഹുൽ ഈശ്വർ, ഈ വിഷയത്തിൽ നടന്ന ചർച്ചകളിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഹണി റോസും തെറ്റാണ് എന്ന വാദം ഉന്നയിച്ചയാളാണ് താങ്കൾ. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഭയന്നിട്ടാണെങ്കിലും നിലപാട് മാറ്റിപ്പിടിക്കുന്നുണ്ട്. താങ്കളുടെ നിലപാടിൽ മാറ്റമുണ്ടോ? എന്റെ നിലപാടിൽ മാറ്റമില്ല. ആദ്യം തന്നെ ശ്രീമതി സ്മൃതിയോടും ഷാരോടോടും ക്ഷമ ചോദിക്കുന്നു. ഇടയ്ക്ക് കുറച്ച് ടെക്നിക്കൽ അതർ ഡിഫിക്കൽട്ടീസ് ഉണ്ടോണ്ടാണ് കയറാൻ താമസിച്ചത്. അതിന് അപ്പോളജി പറഞ്ഞുകൊണ്ട് എന്ന് തുടങ്ങും. രണ്ട് കാര്യങ്ങൾ. ഞാൻ ദിനുവിനോട് പൂർണ്ണമായും സാധാരണ വിയോജിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ 99% ദിനു പറഞ്ഞ സ്പിരിറ്റിനോട് യോജിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഒരു കാരണവശാലും ബോബി ചെമ്മണ്ണൂറിന് മാല ഇടുകയോ പടക്കം പൊട്ടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവരെല്ലാം എനിക്ക് വ്യക്തിപരമായി അറിയുന്നതാണ്. ഞാനാണ് AKMയുടെ കഴിഞ്ഞ ദിവസത്തെ അവരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ബോച്ചെ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിനൊന്നും പോയിട്ട് വന്നതല്ല. ഒരു കാരണവശാലും മാലയിട്ട് സ്വീകരിക്കേണ്ടതല്ല. ബോച്ചെ വീട് വെച്ചു കൊടുക്കുമ്പോഴും രക്തദാനം ചെയ്യുമ്പോഴും ഒക്കെ മാലയിടാം. അപ്പൊ നമുക്ക് ഇത് പൊട്ടിക്കാം. ഈ സമയത്ത് അങ്ങനെ ചെയ്യരുത്. ബോച്ചെ എന്റെ നിലപാടിനോട് യോജിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ബോച്ചെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ശക്തമായി തന്നെ ഒരാളും അങ്ങോട്ട് വരരുത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതെ ഒരുപക്ഷെ, അതായത് നമ്മുടെ നാട്ടിൽ രണ്ടു തരം ആൾക്കാരുണ്ട്. പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് കാണുന്ന ഫെമിനിസ്റ്റുകളും, സ്ത്രീകളെ പ്രകോപിപ്പിക്കുന്നതാണ്, സ്ത്രീപക്ഷവാദികളെ പ്രകോപിപ്പിക്കുന്നതാണ് പുരുഷ സ്നേഹം എന്ന് ധരിക്കുന്ന പുരുഷ ആക്ടിവിസ്റ്റുകളും. ഈ രണ്ടുപേരും ഉണ്ട്. അജിത് കുമാർജി അടക്കം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. സ്ത്രീകൾ അവർക്ക് നൽകിയ നെഗറ്റീവ് എക്സ്പീരിയൻസിൽ കാണുന്ന എല്ലാ സ്ത്രീകളെയും പ്രകോപിപ്പിക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാ സ്ത്രീപക്ഷവാദികളെയും പ്രകോപിപ്പിക്കാൻ നോക്കുകയാണ്. അത് ഒരു കാരണവശാലും ശരിയല്ല. രണ്ട്, അടുത്ത കാലത്ത് ഉണ്ടായ ഏറ്റവും മികച്ച വിധിന്യായങ്ങളിലൊന്നാണ് കുഞ്ഞികൃഷ്ണൻ സാറിന്റെ വിധിന്യായം. എന്നാൽ താൻ കേസുകൊട് എന്ന സിനിമയിൽ PP കുഞ്ഞികൃഷ്ണനാണ് ജഡ്ജിയായിട്ട് അഭിനയിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജഡ്ജിയാണ്. അതേപോലെ PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ഏറ്റവും മികച്ച വിധിയാണ്. ഒരുപക്ഷെ സമീപകാലത്ത് ഇത്രയും ശക്തിയുക്തമായിട്ട് ഒരു ജഡ്ജി പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ ബാലൻസ്ഡും ആയിരുന്നു. ജാമ്യം കൊടുത്തു. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, വേണമെങ്കിൽ എനിക്ക് 2 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി 2 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി ജയിലിലിടാൻ അറിയാം എന്ന രീതിയിൽ വരെ ശക്തമായി പറഞ്ഞത് പോസിറ്റീവാണ്. നിങ്ങൾ ഉയർത്തുന്ന, സ്മൃതി മാഡം അടക്കം ഉയർത്തുന്ന സ്ത്രീപക്ഷ നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചു. പക്ഷേ ബോച്ചയ്ക്ക് ജാമ്യം കൊടുക്കാൻ കഴിവ് കാണിച്ചു. ബോച്ചയുടെ മാപ്പ് സ്വീകരിക്കാനുള്ള വിശാല മനസ്കത കാണിച്ചു. സത്യസന്ധമായി ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഒന്നുകൂടെ ബോച്ചയെ 2 ദിവസം കൂടെ ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുമെന്ന്. പക്ഷെ കുഞ്ഞികൃഷ്ണൻ സാറിന്റെ വളരെ ബാലൻസ്ഡ് ആയ സമീപനമാണ്, അഭിനന്ദനാർഹമാണ്. ഇനി എനിക്കെതിരെയുള്ള കേസിനെ കുറിച്ച് കൂടി ഒരു വാക്ക്. ഞാൻ എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഡീസൻസിയുടെ പരിധിയിൽ നിന്ന്, ആർട്ടിക്കിൾ 19(2) താഴെയുള്ള ഡീസൻസിയുടെ പരിധിക്കുള്ളിൽ നിന്ന് ഹണി റോസിന് സോഷ്യൽ ഓഡിറ്റ്, ക്രിറ്റിസിസം, ഫീഡ്ബാക്ക്, വിമർശനമാണ് നടത്തിയത്. ഇതിനെതിരെ എനിക്ക് വനിതാ കമ്മീഷൻ അടക്കമുള്ള ആൾക്കാർ എനിക്കെതിരെ കേസെടുക്കണമെന്ന് പറയുന്നത് ഞങ്ങൾ പുരുഷന്മാർക്ക് ആരും ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു പുരുഷ കമ്മീഷൻ ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയി അഭയം തേടാമായിരുന്നു. പക്ഷെ വനിതാ കമ്മീഷനേ ഉള്ളൂ, പുരുഷ കമ്മീഷൻ ഇല്ല. ഞങ്ങൾക്കടക്കമുള്ളവർ ലീഗൽ ഓർഫൻസ് ആണ്, അഥവാ നിയമത്തിന്റെ കണ്ണിൽ ഒരുതരം അനാഥത്വം അനുഭവിക്കുന്നവരാണ്. അതിന്റെ ഒരു തെളിവ് ഒരു വരിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് ഇന്നേ വരെ സ്മൃതി മാഡം ഒരിക്കൽ പോലും നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ആ സ്ത്രീക്കെതിരെ കേസെടുക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ച പോലും നടത്താത്തത്. ഇന്നേ വരെ എൽദോസ് കുന്നപ്പള്ളിയെ വേട്ടയാടിയവരെ കുറിച്ചും കള്ളപ്പരാതി കൊടുത്തവർക്കും എതിരെ ചർച്ച നടത്താത്തത്. ഉമ്മൻചാണ്ടി സാറിനെതിരെ സരിത കള്ളപ്പരാതി നൽകിയതാണെന്ന് കോടതി പറഞ്ഞു. പക്ഷേ സരിതയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ഈ നാട്ടിലെ ഒരു സ്ത്രീപക്ഷവാദി പോലും പറയാത്തതും, നിവിൻ പോളിയെ കള്ളപ്പരാതിയിലൂടെ വേട്ടയാടിയ സ്ത്രീക്കെതിരെ ഒരു FIR ഇതൊക്കെ അതാത് സമയങ്ങളിൽ ചർച്ച ചെയ്യുകയും തത്സമയം നൽകുകയും പ്രതികരണങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. രാഹുലിനോട് ഞാൻ ചോദിച്ചത്, താങ്കൾ ഒച്ചയിടണ്ട. രാഹുലിനോട് ഞാൻ ചോദിച്ചത്, ഇന്നത്തെ കോടതിയുടെ പരാമർശങ്ങൾ താങ്കളിൽ എന്ത് മാറ്റമുണ്ടാക്കി, അഥവാ മാറ്റമുണ്ടാക്കിയോ? എന്നെ ബാധിക്കുന്ന ഒരു വിഷയവും ഇല്ലല്ലോ. താങ്കളെ ബാധിക്കുന്ന വിഷയമുണ്ട്, താങ്കളെ കൂടി ബാധിക്കുന്ന വിഷയമുണ്ട്. കാരണം ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗവുമായി രംഗത്ത് വന്നപ്പോൾ ആ സമയത്ത് ഹണി റോസിന്റെ വസ്ത്രധാരണം എന്ന വിഷയത്തിലേക്ക് ചർച്ച വഴിതിരിച്ചു വിട്ടത് താങ്കളാണ്. ഒരാളുടെ വസ്ത്രധാരണം, ഒരാളുടെ തടി, ഒരാളുടെ നിറം, ഇതൊന്നും പറയാൻ പാടില്ല എന്ന് കോടതി കൃത്യമായ നിർദ്ദേശം ഈ ഉത്തരവിന് തൊട്ടു മുൻപ് തന്നെ നൽകിയിട്ടുണ്ട്. അതിനു മുൻപ് സ്ത്രീയെ പുകഴ്ത്തലും സ്ത്രീ വിരുദ്ധമാണ് എന്ന് കോടതി ഉത്തരവിട്ടു. താങ്കളിപ്പോൾ ഒരുപാട് പുകഴ്ത്തിയ അതേ ജഡ്ജി തന്നെയാണ് അക്കാര്യത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതൊന്നും താങ്കൾ കണ്ടിട്ടില്ല എന്നാണോ? പുകഴ്ത്തൽ ഏത് അർത്ഥത്തിലുള്ള പുകഴ്ത്തലാണ് എന്ന് മനസ്സിലാക്കുന്ന കോടതിയാണ്. ബോബി ചെമ്മണ്ണൂർ ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് പറയുമെന്ന് കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കോടതിയാണ്. പ്രതികരണങ്ങളെല്ലാം കോടതി കാണുന്നുണ്ട്. രാഹുൽ, ഒരു ഫാക്ട് ചെക്ക് ചെയ്തോട്ടെ.
വസ്ത്രധാരണം എന്നൊരു വാക്ക് അതിൽ പറഞ്ഞിട്ടില്ല. സ്റ്റീവ് മരബോളിയെ കോട്ട് ചെയ്ത് അപ്പിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അപ്പിയറൻസിന്റെ താഴെ കൊടുത്തിരിക്കുന്ന വിധിന്യായത്തിന്റെ വിശദീകരണത്തിൽ മെലിഞ്ഞതോ കറുത്തതോ തുടങ്ങിയ കാര്യങ്ങൾ പറയരുതെന്നാണ് പറഞ്ഞത്. ഈ വിധിന്യായത്തിൽ എന്തായാലും ഒരുപക്ഷെ അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചേക്കാം, അല്ലെങ്കിൽ ശ്രീ അഭിലാഷ് വിധിന്യായം വായിച്ചു കാണും. ഈ വിധിന്യായത്തിൽ വസ്ത്രധാരണം എന്നൊരു പരാമർശം നടത്തിയിട്ടില്ല എന്ന കാര്യം ഒരു ഫാക്ട് ആണ്. ഇനി രണ്ട്, എനിക്കുള്ള സമയം ഞാൻ സ്മൃതി മാഡത്തിന് താങ്കൾക്കെതിരെ കേസ് എടുക്കുന്നതിൽ ഒരു തടസ്സവുമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞല്ലോ, ഇല്ലേ? അതെ, അതെന്തുകൊണ്ടാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ല? പോലീസുകാർക്ക് എഫ്ഐആർ അട്രാക്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എഫ്ഐആർ ഇടാം എന്ന് കോടതി പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് പറയുന്നത്? എഫ്ഐആർ ഇടാന്നല്ല പറഞ്ഞത്, അന്വേഷിച്ച് ഇൻസ്ട്രക്ഷൻ വെച്ചിരിക്കുകയാണ്. ഇതിലൊക്കെ ടെക്നിക്കൽ വ്യത്യാസമുണ്ട്. ഇനി വനിതാ കമ്മീഷനും കൂടെ പ്രഷറൈസ് ചെയ്യുന്നതുകൊണ്ട് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുമായിരിക്കും, സംശയമൊന്നുമില്ല. പക്ഷേ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്താൽ ചാനലുകൾ പറയും വെർബൽ റേപ്പിന് വേണ്ടി രാഹുൽ ഈശ്വർ അകത്ത് പോയിന്ന്. ചിലപ്പോൾ ഞാൻ ഒരാഴ്ച ജയിലിൽ. രാഹുൽ ഈശ്വർ ഇങ്ങനെ വീരവാദം പറയരുത്. രാഹുൽ ഈശ്വർ അന്ന് പ്രതികരണം നടത്തുന്ന ഘട്ടത്തിൽ പറഞ്ഞത് എന്റെ കേസ് ഞാൻ തന്നെ വാദിക്കും എന്ന്. രാഹുൽ അല്ലല്ലോ വാദിച്ചത്, രാഹുലിന് വേറെ അഭിഭാഷകൻ പോയി. അതിലൊന്നും തെറ്റില്ല. പക്ഷെ എന്തിനാണ് ഇങ്ങനെ വീരവാദം പറയുന്നത് രാഹുൽ? അയ്യോ ഒരിക്കലും അല്ല വാദം. രാഹുൽ ഈശ്വർ പറയുന്ന വാദങ്ങളെല്ലാം ജയിച്ചിട്ടേ ഉള്ളൂ. അത് 4-1 സുപ്രീം കോടതി വിധിക്കെതിരെയാണെങ്കിൽ പോലും രാഹുൽ ഈശ്വർ കഴിഞ്ഞ ശനിയാഴ്ച അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ വഴി കൊടുത്തത് എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ബർത്ത്ഡേക്ക് അവന്റെ 7-8 വയസ്സേ ഉള്ളൂ പയ്യന്. അതുകൊണ്ട് അവരുടെ കൂട്ടുകാരെല്ലാം വന്നു. അപ്പം മാധ്യമങ്ങളെല്ലാം പറഞ്ഞു അറസ്റ്റ് ചെയ്യുമെന്ന്. അതുകൊണ്ട് അപ്രിഹെൻഷൻ ഓഫ് അറസ്റ്റ് ഉള്ളതുകൊണ്ട് ഹൈക്കോടതി കൊടുക്കണം. എന്റെ മോന്റെ ബർത്ത്ഡേ പാർട്ടി കളഞ്ഞിട്ട് വരാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് കൂടിയാണ് ഞാൻ അഡ്വക്കേറ്റ്. ശരി, വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് അത് വിട്ടേക്കാം. രാഹുൽ ഈശ്വർ, എന്തുകൊണ്ട് സ്ത്രീ സംരക്ഷണം, ഇവിടെ പുരുഷ സംരക്ഷണം വേണം, ഇവിടെ വനിതാ കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ വേണമെന്ന് താങ്കൾ പറയുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത എന്താണ് എന്ന ബോധ്യമാകാത്തത് കൊണ്ടാണോ? ഭരണഘടനയിൽ തുല്യത സംബന്ധിച്ച് അതിൽ കൃത്യമായി വ്യക്തമാക്കുന്നില്ലേ? സ്ത്രീകൾക്ക് ഉള്ളതുപോലെ പുരുഷന്മാർക്കില്ല എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കാണോ ഇവിടെ എല്ലാ തരത്തിലുള്ള തുല്യതയും ലഭിച്ചിട്ടുള്ളത്? താങ്കൾക്ക് അങ്ങനെ കൃത്യമായി പറയാൻ പറ്റുമോ? ഒരിക്കലുമല്ല. സ്ത്രീകൾക്ക് തന്നെയാണ് ഇപ്പോഴും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. പക്ഷേ BBC അടക്കം കോട്ട് ചെയ്തൊരു റിപ്പോർട്ടിൽ 53.2% ഫോൾസ് റേപ്പ് കേസുകൾ അടക്കം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ KG ബാലകൃഷ്ണൻ ഞങ്ങൾ സ്ത്രീകൾക്ക് പരിചകൾ കൊടുത്തു, പക്ഷേ ചിലരെങ്കിലും വാളായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുൽ സുഭാഷിന്റെ ആത്മഹത്യ അടക്കം സുപ്രീം കോടതിയുടെ പരിധിയിൽ വരുന്നുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി, സ്മൃതി മാഡത്തിന്റെ പരിപാടി സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നേ വരെ ഒരിക്കൽ പോലും നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുക്ക സ്ത്രീക്കെതിരെ കേസെടുക്കണമെന്ന് മാഡമോ നിവിൻ പോളിയുടെ വാർത്താ സമ്മേളനം മുഴുവനായി തത്സമയം കൊടുക്കുകയും ആ കേസ് വ്യാജമാണ് എന്ന ബോധ്യത്തിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തതാണ് ഈ റിപ്പോർട്ടർ ചാനൽ. ഞാൻ വായിച്ച ഘട്ടത്തിലായിരുന്നു വാർത്താ സമ്മേളനം നടന്നിരുന്നത്. അതിന് പ്രത്യേക ചർച്ച നടത്തണോ എന്നുള്ളത് അല്ലല്ല വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു മിനിറ്റ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ വ്യാജ പരാതികളും വ്യാജ ആരോപണങ്ങളുമായി വന്ന ആളുകളെ പൊളിക്കുന്ന ചർച്ചകൾ റിപ്പോർട്ടർ ചാനൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് താങ്കളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പം പറഞ്ഞാൽ മതി. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്തതാണെന്ന് തെളിഞ്ഞല്ലോ. ആ സ്ത്രീക്കെതിരെ കേസെടുക്കണമെന്ന് സ്മൃതി മാഡത്തെ. ആ സ്ത്രീക്കെതിരെ കേസെടുക്കണമെന്ന വിഷയമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. താങ്കൾ ഇതുവരെ ഹണി റോസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയത്തിലേക്ക് വരൂ. താങ്കൾ ഓരോ ഘട്ടത്തിൽ ദിലീപ് അനുകൂലിയായി വരും, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അനുകൂലിയായി വന്നിരിക്കുന്നു. താങ്കൾ അന്ന് പറഞ്ഞ ഒരു വാചകം ഞാൻ പറയാം. ഒരു മിനിറ്റ്, അന്ന് പറഞ്ഞ ഒരു വാചകം പറയാം. രാഹുൽ ഒന്ന് കേൾക്കൂ. താങ്കൾ അന്ന് പറഞ്ഞത് ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം എന്നാണ് താങ്കൾ പറഞ്ഞത്. 99% മലയാളികളും രാഹുൽ ഈശ്വറിനൊപ്പമാണ് എന്നാണ് രാഹുൽ ഈശ്വർ തന്നെ പറഞ്ഞത്. 99% മലയാളികളും. ആ വാചകത്തിൽ നിന്നും താങ്കൾ പിന്നാക്കം പോകുന്നുണ്ടോ ഇല്ലയോ? അയ്യോ, അങ്ങനെയല്ല. റിപ്പോർട്ടർ ടിവിയുടെ അടക്കമുള്ള ഏറ്റവും പ്രമുഖമായ ചാനലാണ്. നിങ്ങളുടെ നിലപാട് പോസിറ്റീവ് പ്രോഗ്രസീവ് എന്ന് വിളിക്കുന്ന നിലപാട്, നമ്മളെ ഡോക്ടർ ചിന്താ ജെറോമിനടക്കെ ആ പ്രോഗ്രസീവ് നിലപാടാണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ കൺസർവേറ്റീവ് ആണ്. അതായത് ഈ പ്രോഗ്രസീവായ ലിബറലായ എല്ലാ ചാനലുകളുടെയും താഴെ വരുന്ന മെസ്സേജുകൾ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് ഒരു ലിമിറ്റഡ് പോയിന്റ് ആണ്. ഒരു ബാലൻസ് വേണം. ഞങ്ങൾക്കൊരു ഫൈറ്റിംഗ് സ്പേസ് തരണം. ഞങ്ങൾക്ക് നിലനിൽക്കാനുള്ള ഒരു സ്പേസ്. ആരാണ് ഞങ്ങൾ? രാഹുൽ ഈശ്വർ, ആരാണ് ഞങ്ങൾ? ഈ ഞങ്ങൾ എന്ന് പറയുന്നതിൽ ദിനുവയിലും അഡ്വക്കേറ്റ് MR അഭിലാഷും ഒന്നും പെടാത്തത് എന്തുകൊണ്ടാണ്? ദിനുവയിലും ലിബറലും പ്രോഗ്രസീവും ഫെമിനിസ്റ്റും ഒക്കെ അല്ലേ? രാഹുൽ ഈശ്വർ റൈറ്റ് കൺസർവേറ്റീവ് ആണ്. ഞങ്ങളെ പോലുള്ള കുറെ വലത് കൺസർവേറ്റീവുകളും ഈ നാട്ടിൽ ജീവിക്കുന്നു. പിന്നെ താങ്കൾ ഈ പറയുന്ന ഫേസ്ബുക്കിലും യൂട്യൂബിലും താഴെ വരുന്ന കമന്റുകളാണ് കേരളത്തിലെ 99% എന്ന് താങ്കൾ എങ്ങനെയാണ് ധരിക്കുന്നത്?
അല്ല മാഡം, അത് സാമ്പിൾ സർവേ എന്നാണ് അതിനെ പറയുന്നത്. അതൊരു ചെറിയ സാമ്പിൾ സർവേ മോഡലാണ്. ഈ വിഷയത്തിൽ വ്യാപകമായി നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. എല്ലാരും പറയുന്നത് അപ്പോൾ താങ്കൾ പറയുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തിനൊപ്പം ഒപ്പം തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് ഹണി റോസിന്റെ വസ്ത്രധാരണം എന്ന നേരത്തെയുള്ള നിലപാടിൽ തന്നെ ഇപ്പോഴും തുടരുന്നു. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾക്ക് ശേഷവും താങ്കൾ ആ നിലപാടിൽ തുടരുന്നു അല്ലേ? ഈ വിധിന്യായം കുഞ്ഞികൃഷ്ണൻ സാറിനെ ഞാൻ മനഃപ്പാടമാക്കി. നിയമ വിദ്യാർത്ഥിയും അഡ്വക്കേറ്റ് എന്ന നിലയിലും അതിൽ വസ്ത്രധാരണത്തെ കുറിച്ച് പരാമർശം എന്തായാലും ഇല്ല. അപ്പിയറൻസ് എന്ന് ആദ്യം ഒരു വാക്കുണ്ട്, അതിനുശേഷം ബോഡി ഷെയ്മിംഗ് പോലുള്ള കാര്യങ്ങളാണ് വന്നത്. ഞാൻ ഒരിക്കലും ഹണി റോസിനെ ബോഡി ഷെയിം ചെയ്യില്ല. ഒരുപക്ഷെ എന്റെ പരാതി അല്ലെങ്കിൽ എന്റെ സബ്മിഷൻ മാഡം കണ്ടു കാണും. ആദ്യം എഴുതിയിരിക്കുന്നത് ഹണി റോസ് സൗത്ത് ഇന്ത്യയിലെ പ്രമുഖയായ ഒരു അഭിനേത്രിയാണ്, എനിക്ക് വലിയ ബഹുമാനമാണ്, ആദ്യം തൊട്ട് അവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ കേട്ടു എന്നാണ്. ഞാൻ കയ്യിൽ ഗാന്ധിയെ പച്ച കുത്തുന്നവരാണ്. ഞാൻ വിമർശിക്കുന്നെങ്കിൽ നേരിട്ട് വിമർശിക്കും, അഭിനന്ദിക്കണമെങ്കിൽ നേരിട്ട് അഭിനന്ദിക്കും, അല്ലാതെ വളഞ്ഞ വഴിയും ദ്വയാർത്ഥ പ്രയോഗത്തിൽ ഒന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് ബോച്ചെ ചെയ്തത് തെറ്റാണ്. ബോച്ചയ്ക്ക് മാലയിടാൻ പോകുന്നത് തെറ്റാണ്. പക്ഷേ ബോച്ചെ എന്ന 25-30 വർഷമായി നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന, ഒരുപാട് സേവനങ്ങൾ ചെയ്ത, ആയിരക്കണക്കിന് ആൾക്കാരെ സഹായിച്ച മനുഷ്യനെ ഒരു വാക്കുപിഴയുടെ പേരിൽ നിങ്ങൾ തളച്ചിടരുത്. അദ്ദേഹത്തെ പോലെ ഒരുപാട് സേവനം ചെയ്ത മനുഷ്യനെ കരിവാരി തേക്കരുത്. അങ്ങനെ തേക്കുകയാണെങ്കിൽ ബോച്ചയ്ക്ക് ഒരു വാക്കേ തെറ്റിയിട്ടുള്ളൂ. താങ്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നതും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ചിലേക്കാണ് അല്ലേ? അതെ, 100%. അദ്ദേഹം ഇനി എനിക്കെതിരെ വിധിച്ചാലും ഈ ബഹുമാനം ഉണ്ടാകും. ഒരിക്കലേ കോടതി വിധി ഞാൻ ലംഘിച്ചിട്ടുള്ളൂ, അത് സുപ്രീം കോടതിയുടെ ശബരിമല വിധിന്യായത്തിലാണ്. അത് മറ്റൊരു കോണ്ടെക്സ്റ്റ് ആണ്. ഇല്ലെങ്കിൽ കോടതിയുടെ വെളിയിൽ നിൽക്കുന്ന ആൾക്കാരെ പോലും സാറെന്ന് വിളിക്കുകയും എണീച്ചിരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഒരിക്കൽ ശരിയാണ്, സുപ്രീം കോടതിയുടെ 4 വിധിന്യായം ലംഘിച്ച് ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തു, എന്നെ അറസ്റ്റ് ചെയ്തു. ഇല്ലെങ്കിൽ കോടതി പറയുന്നതിന് അടിമ കിടക്കാൻ ഞാൻ തയ്യാറാണ്. കോടതി പറയുന്ന എന്ത് കാര്യങ്ങളും വിയോജിപ്പ് കാണും, ചിലപ്പോൾ മേൽക്കോടതിയിൽ പോകും, അത് വേറെ. കോടതി പറയുന്നതിനെ കമാന്നൊരക്ഷരം പറയാതെ 100%, 101% കോടതി പറയുന്നതിനെ അംഗീകരിക്കും. എനിക്കിന്ന് കുഞ്ഞികൃഷ്ണൻ സാറിന്റെ വിധിയോടെ കുറെ കൂടെ ബാലൻസ് ആയി. ഒരുപക്ഷെ എനിക്കറിയില്ല അദ്ദേഹം എന്ത് സമീപനം എന്റെ കാര്യത്തിൽ എടുക്കുമെന്ന്. എനിക്കൊന്ന് ദിനു തന്നെയാണ് ആ പരാതി കൊടുത്തിരിക്കുന്ന ആൾക്കാരിൽ ഒരാളെന്ന്. പക്ഷേ ഈ സാമൂഹിക വിമർശനം തുടരും. അത് വനിതാ കമ്മീഷൻ അടക്കമുള്ള സതീദേവി മാഡം തീർച്ചയായിട്ടും എന്നെ അവർക്ക് ഭീഷണിപ്പെടുത്താം. കാര്യം ആണുങ്ങൾക്ക് ആരും പറയാനില്ല എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞാൽ 2 വയസ്സും 3 വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ റേപ്പ് ചെയ്യപ്പെടുന്നതും ഈ വസ്ത്രധാരണത്തിന്റെ പേരിലായിരിക്കും അല്ലേ? അല്ല, അവിടെയാണ് സ്മൃതി മാഡം. അല്ല, അത്തരം പെർവേർട്ടുകൾ പോലും ഈ സമൂഹത്തിലുണ്ട്. ഒരു വരി പറയാൻ അവസരം മതി. ആൺ പെൺ ലൈംഗികതകൾ വേറെയാണ്. അതായത് പുരുഷന്റെ സെക്ഷുവൽ സ്റ്റിമുലൈ പ്രൈമറിലി കണ്ണിലാണ്, സ്ത്രീയുടെ കൂടുതൽ മെന്റലാണ്, ന്യൂറോളജിക്കലാണ്. ഇതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായ ഒരുപാട് പഠനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ അടക്കം പറയുന്നത്. ശാസ്ത്രീയമായി ശരീരം മൂടി സ്ത്രീകൾ അങ്ങ് നടന്നാൽ മതി. ശാസ്ത്രീയമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മിതത്വം എല്ലാവർക്കും വേണമെന്നേ പറഞ്ഞു. അല്ല, മിതത്വമൊക്കെ രാഹുൽ തീരുമാനിക്കും. എന്താണ് മിതത്വം, എന്താണ് അമിതമാകുന്നതൊക്കെ രാഹുൽ തീരുമാനിക്കും. നമ്മുടെ അമല പോൾ സെന്റ് ആൽബർട്ട്സ്. താങ്കൾ ഏത് നേരവും ഈ അമല പോൾ എന്ന നടിയുടെ പേര് ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്താണ്? താങ്കൾക്ക് വേറെ എന്തെങ്കിലും താല്പര്യത്തിന് പുറത്താണോ ഒരാളുടെ പേര് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഹണി റോസ് മാത്രം പറഞ്ഞ ഹണി റോസിനെ ടാർഗറ്റ് ചെയ്യാണെന്ന് പറയും. അതുകൊണ്ടാണ് അമല പോൾ. അല്ല, എല്ലാ ദിവസവും ഈ ചർച്ചയിൽ അമല പോളിനെ കൂടി ചേർത്ത് പറയുന്നുണ്ട്. ഇവിടെ അല്പവസ്ത്രധാരികളായി വേറെ സിനിമകളിൽ ഒരു നടിമാരും അഭിനയിച്ചിട്ടില്ലേ? താങ്കൾ ബോളിവുഡ് സിനിമകൾ കാണാറില്ലേ? താങ്കൾ ഹോളിവുഡ് സിനിമകൾ കാണാറില്ലേ? ഇതൊക്കെ കാണുമ്പോൾ അവരുടെ വസ്ത്രത്തിന് അളവെടുക്കുകയാണ് താങ്കൾ ചെയ്യാറ്. ബിക്കിനിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ബിക്കിനിട്ട് അഭിനയിക്കാം, ബിക്കിനിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ബിക്കിനിട്ട് കോളത്തൂടെ നടക്കാം. അരുൺകുമാർ പറഞ്ഞത് അല്ലെങ്കിൽ ബിക്കിനിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്ന താങ്കൾ എവിടെ കണ്ടു? അല്ല, ബിക്കിനിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്ന താങ്കൾ എവിടെ കണ്ടു? മാഡം പറഞ്ഞതിനുള്ള മറുപടിയായിട്ടുള്ള പ്രയോഗം പറഞ്ഞതാണ്. അല്ല, എന്തെങ്കിലും പറഞ്ഞു പോവല്ലേ? ചെയ്യാത്ത കാര്യത്തെ കുറിച്ച് ചർച്ച. പോകുന്ന ഡ്രസ് ഇട്ട് പള്ളിക്കൂടത്തിൽ പോകരുത്. കൃത്യം വരി പറയാം. പബ്ബിൽ പോകുന്ന ഡ്രസ് ഇട്ട് പള്ളിക്കൂടത്തിൽ പോകരുത്. പള്ളിക്കൂടത്തിൽ പോകുന്ന ഡ്രസ് ഇട്ട് പബ്ബിൽ പോകണ്ട. പബ്ബിൽ പോകുന്ന റിവീലിംഗ് ആയ ലോനക്കായ പ്ലഞ്ചിങ് നെക്ക് ലൈൻ ഉള്ള അല്ലെങ്കിൽ മിനി സ്കേർട്ട് ഇട്ട് കോളേജിൽ ഉദ്ഘാടനം. രാഹുൽ ഈശ്വർ, ഒരാളുടെ വസ്ത്രം നിശ്ചയിക്കാം. അത് മാന്യമാണോ അമാന്യമാണോ എന്ന് സ്വയം നിശ്ചയിക്കാം. അയാൾക്ക് ആ വസ്ത്രത്തിൽ ഇടുന്നതിൽ ബുദ്ധിമുട്ടില്ല എങ്കിൽ അത് അയാളുടെ സൗകര്യമാണ്, അയാളുടെ തീരുമാനമാണ്. ഇനി താങ്കൾ ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹണി റോസിന്റെ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു വാദത്തിനെടുത്താൽ പോലും അന്നത്തെ ആ വിവാദമായ പരിപാടിയിൽ അയാൾ നടത്തിയ മോശം പ്രതികരണങ്ങൾ നടത്തുന്ന ആ പരിപാടിയിൽ മുഴുവൻ മൂടുന്ന വസ്ത്രമിട്ടിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ഇനി താങ്കൾക്ക് ആ വാദം പറയാൻ പറ്റില്ല. ചിന്ത ജെറോം കേട്ടല്ലോ. ചിന്ത കേൾക്കുന്നുണ്ടോ? ചിന്ത അവിടെ വേറെ ഏത് ചർച്ചയിലാണോ? ചിന്ത കേൾക്കുന്നുണ്ടോ? രാഹുൽ ഈശ്വർ പറഞ്ഞത് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിമർശനം കോടതി നടത്താത്തതുകൊണ്ട് തന്നെ ബാധിക്കുന്നില്ല. വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയൊന്നും പറയാത്തതുകൊണ്ട് തന്നെ ബാധിക്കുന്നില്ല എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. രാഹുലിന്റെ പ്രതികരണങ്ങളെ എങ്ങനെ കാണുന്നു? ദൗർഭാഗ്യകരമാണ്. ബോബി ചെമ്മണ്ണൂർ വരെ ഇപ്പോൾ
നിലപാടിനകത്ത് അദ്ദേഹം നിരുപാധികം മാപ്പ് പറയുകയും തിരുത്തുകയും ഒക്കെ ചെയ്യുന്നു. അതിനെ കേരള സമൂഹം വളരെ പോസിറ്റീവായി കാണുന്ന സമയത്ത് രാഹുൽ ഈശ്വറിനെ പോലൊരാൾ വീണ്ടും ഇത്തരം പിന്തിരിപ്പനും അങ്ങേയറ്റം എന്താണ് പറയേണ്ടത്, സ്ത്രീവിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മാന്യമായ വസ്ത്രധാരണം അത് നിർണയിക്കാൻ രാഹുലിനെ പ്രത്യേകിച്ച് ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. കേരളത്തിലെ സ്ത്രീകൾക്ക് അവർക്കിഷ്ടമുള്ള വസ്ത്രം, കേരളത്തിലെന്നല്ല ഏത് സ്ത്രീകൾക്കും അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള സമയത്ത് യാത്ര ചെയ്യാം, ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാം, സിനിമ കാണാം. ഇതൊക്കെ ആരനുവദിച്ച് നൽകണം? ഇതിനൊക്കെ അനുവാദവും അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഒരു സമ്മതവും നാട്ടിലുള്ള സ്ത്രീകൾക്കെല്ലാം നൽകാനുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അത് ഒട്ടും നല്ല ഒരു കാര്യമല്ല. അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് രാഹുൽ എത്തി നിൽക്കുന്നത് എന്താണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം രാഹുൽ പലപ്പോഴും സ്വീകരിക്കുന്ന ഒരു നിലപാട് നാം കണ്ടിട്ടുണ്ട്. എല്ലാവരും എടുക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രോഗ്രസീവായ ഒരു നിലപാടിൽ നിന്നും വിരുദ്ധമായ ഒരു നിലപാടെടുക്കാനായി അദ്ദേഹം പലപ്പോഴും താല്പര്യം കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ പറയുന്നു അദ്ദേഹം റൈറ്റ് കൺസർവേറ്റീവ് ആണ് എന്നുള്ളതൊക്കെ. പക്ഷേ ആ നിലപാടുകളൊക്കെ എത്രമാത്രം സത്യസന്ധമായിട്ടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം ഇതൊക്കെ ഒരു നമ്മൾ ശ്രീ ബോബി ചെമ്മന്നൂർ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത്തരം അഭിപ്രായങ്ങളും തമാശകളും, തമാശ എന്നുള്ളത് കോട്ടിലാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ മാർക്കറ്റിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അതിന് ഓഡിയൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണെന്ന്. അപ്പം അതുപോലെ ഒരു ഓഡിയൻസിനെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ രാഹുൽ തന്നെ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പ്രൊഫൈലുണ്ട്. രാഹുൽ വിദേശ വിദ്യാഭ്യാസം എല്ലാം നേടി വന്നതാണ് തുടങ്ങിയ പല കാര്യങ്ങളിലും എല്ലാം രാഹുൽ കേരളത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രൊഫൈലുണ്ട്. അതിനെയൊക്കെ അങ്ങേയറ്റം തച്ച് തകർക്കുന്ന വിധത്തിലുള്ള അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് പറയുമ്പോൾ തീർച്ചയായും അത് ദൗർഭാഗ്യകരമാണ്. രാഹുൽ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അദ്ദേഹം ആ നിലപാടുകൾ മാറ്റണം. കാരണം കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് എത്രമാത്രം സമരങ്ങളും പോരാട്ടങ്ങളിലൂടെയുമാണ് ഇവിടുത്തെ സമൂഹം മുമ്പോട്ട് വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് നിന്നുമാണ് ഭ്രാന്താലയം എന്നുള്ള വിളി ഉണ്ടായ ഒരു നാട്. ആ നാടിന് അങ്ങനെ ഒരു വിളിപ്പേര് വരാനുള്ള കാരണമെന്ന് പറയുന്നത് ഇവിടെ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളും അല്ലെങ്കിൽ സ്ത്രീകൾ നേരിട്ടിരുന്ന വിവേചനങ്ങളും എല്ലാം കാരണമാണ്. ആദ്യത്തെ സിനിമാ നടിയെ കല്ലെറിഞ്ഞോടിച്ച അനുഭവം, PK റോസിക്ക് നേരിട്ട അനുഭവം നമുക്കറിയാം, ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ഒരു ദുഷിച്ച കാലമെല്ലാം കടന്ന് നമ്മൾ പുരോഗതിയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടമായി നമ്മുടെ കേരളം നിൽക്കുമ്പോൾ ആ കേരളത്തിന്റെ പുരോഗതിയെല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള അങ്ങേയറ്റം പിന്തിരിപ്പനായ വാദങ്ങൾ ഉന്നയിക്കുകയും സ്ത്രീകളെ അപമാനിക്കുകയും പരാതി കൊടുക്കുന്ന സ്ത്രീയെ മഴയത്ത് നിർത്തുകയും അവർക്ക് നേരെ വിരൽ ചൂണ്ടുകയും ചെയ്യുകയും ഈ ഒരു സ്ത്രീയും ഇങ്ങനെ മുമ്പോട്ട് വരരുത്, വന്നു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ ഇതുപോലെ ആക്ഷേപിക്കുമെന്നുള്ളൊരു ഒളിഞ്ഞ സന്ദേശം നൽകുകയുമാണ് ഇത്തരം പ്രസ്താവനകൾ. കോടതി വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും പറയാത്തത് കൊണ്ട് തനിക്ക് ബാധകമല്ല എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. മാത്രമല്ല കോടതി ഇന്നിപ്പോൾ ഒരു പ്രവണതയ്ക്കെതിരെയല്ലേ പ്രതികരിച്ചിരിക്കുന്നത്? ഇത് ബോബി ചെമ്മണ്ണൂർ എന്നൊരൊറ്റ വ്യക്തിയിൽ നിൽക്കുന്ന ഒന്നാണോ? ഒരു പ്രവണതയ്ക്കെതിരെയാണെങ്കിൽ ഇത് രാഹുൽ ഈശ്വർ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പ്രവണതയ്ക്കെതിരെ നടത്തുന്ന ഒരു പ്രതികരണം ആ രൂപത്തിൽ ഉൾക്കൊള്ളുന്നില്ല രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? ശരിയാണ് സ്മൃതി, ഒരു പ്രവണതയ്ക്കെതിരെ നടത്തുന്നതാണ് എന്ന് മാത്രമല്ല ബോഡി ഷേവിംഗ് പോലെയുള്ള വിഷയങ്ങളിൽ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ആണിനെതിരെയാണെങ്കിലും പെണ്ണിനെതിരെയാണെങ്കിലും അത് അഹിതകരമായിട്ടുള്ള കാര്യമാണ് സമൂഹത്തിലെന്ന് എക്കോ വരുന്നുണ്ടോ? അതൊന്ന് കറക്റ്റ് ചെയ്യാൻ കഴിയുമോ? ഞാൻ പറയുന്നത് അതേപടി തിരിച്ചു വരികയാണ്. ശരിയാക്കാം, പറഞ്ഞോളൂ. അപ്പോ കോടതി പറയുന്നത് ബോഡി ഷേമിംഗ് പോലെയുള്ള കാര്യങ്ങൾ സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിലും പുരുഷനെ സംബന്ധിച്ചാണെങ്കിലും അത് സമൂഹത്തിന് ഗുണകരമല്ല. അപ്പൊ അത്തരത്തിൽ നിയമപരമായിട്ടുള്ള ഒരു വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് കുറച്ചുകൂടെ വിശാലമായ ഒരു വിഷയത്തിലേക്ക് വന്നുകൊണ്ട് കോടതി വളരെ മീനിങ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ് നടത്തുന്നത്. ശ്രീ രാഹുൽ ഈശ്വറിന്റെ സമാനമായിട്ടുള്ള വിഷയങ്ങളിലുള്ള നിലപാടുകൾ എല്ലാം തന്നെ അച്ചിൽ വാർത്തെടുത്ത നിലപാടുകളാണ്. അതിനകത്ത് ഓരോ വിഷയത്തിന്റെയും ശരിതെറ്റുകളെ വിശകലനം ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ സ്റ്റീരിയോട്ടിപ്പിക്കലായിട്ടുള്ള നിലപാടുകളാണ്. അതിനോടൊക്കെ പൂർണ്ണമായിട്ടും വിയോജിക്കുമ്പോൾ തന്നെയും ഇവിടെ ശ്രീ രാഹുലിനെതിരെ കേസ് നിലനിൽക്കുകയില്ല.
നമുക്കെത്ര ഇഷ്ടമില്ലാത്ത അഭിപ്രായം ഒരാൾ പറഞ്ഞാലും അയാൾക്കത് പറയുവാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഈ അഭിനേത്രിയെക്കുറിച്ച് പേരെടുത്ത് ദുഷിച്ച ഒരു വാചകവും പറഞ്ഞിട്ടില്ല. അവരെ ഹിതകരമല്ലാത്ത രീതിയിൽ അദ്ദേഹം ആക്രമിച്ചിട്ടില്ല. അപ്പം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയോട് വിയോജിക്കുമ്പോൾ തന്നെയും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ലൈംഗിക പരാമർശങ്ങളില്ലാത്ത ആരോഗ്യകരമായിട്ടുള്ള ഇപ്പോൾ ഈ അഭിനേത്രി തന്നെ അവരെ വിമർശിക്കാൻ എടുക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് അതൊരു പെർസ്പെക്റ്റീവാണ്. അപ്പോൾ സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്നവരുണ്ടാകാം, പുരുഷപക്ഷത്തിന് വേണ്ടി വാദിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ആ ഒരു പക്ഷത്ത് ആരെങ്കിലും ഒരു ജനാധിപത്യ ചർച്ചയിൽ വിമർശനാത്മകമായിട്ട് വാദം ഉന്നയിച്ചത് കൊണ്ട് അയാൾ ജയിലിലാക്കപ്പെടണമെന്ന് പറയാൻ കഴിയുകയില്ല. പൂർണ്ണമായിട്ടും ശ്രീ രാഹുൽ ഈശ്വറിനോട് വിയോജിക്കുമ്പോൾ തന്നെയും അദ്ദേഹത്തിനെതിരെയുള്ള ഒഫൻസ് നിൽക്കുകയില്ല. ഒരു സെന്റൻസ് പോലും നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുകയില്ല ഭാരതീയ ന്യായ സംഹിത പ്രകാരം പണിഷബിൾ എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നതായിട്ടുള്ളത്. എല്ലാവരും അവരവരുടെ ആസ്പെക്ട്സ് ചർച്ച ചെയ്യട്ടെ. ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാഴ്ചപ്പാടുകളെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചുരുങ്ങിയ സമയത്തിൽ പറയണം ദിനു, നമുക്ക് ഈ ചർച്ച ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്കൊരു 30 സെക്കൻഡ് കൂടെ തരണം. 2 കാര്യങ്ങൾ സ്മൃതി. ഒന്ന്, കേരള ഹൈക്കോടതി കൃത്യമായി പുറപ്പെടുവിച്ച ഒരു വിധിയുണ്ട് ക്ലോത്തിങ് സംബന്ധിച്ച്. നോ വൺ ഹാസ് എ റൈറ്റ് ടു ജഡ്ജ് വുമൺ ബൈ ദ മാനർ ഇൻ വിച്ച് ഷീ ഡ്രസ്സസ് എന്ന് മാത്രമല്ല അൺപാർട്ടണബിളാണ്, ഇൻപെർമിസിബിൾ ആണ് ഒരു സിവിലൈസ് സൊസൈറ്റിയിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നുള്ള കാര്യത്തിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിധി കൃത്യമായി ഉണ്ട്. രണ്ടാമത്തെ കാര്യം ഒരു കുഞ്ഞു കഥ മാത്രമാണ്, ഒരു 30 സെക്കൻഡ് ഞാനും പറയാം. കോവ എന്നാണ് ഈ കഥയുടെ പേര്. കൊലപാതക അനുകൂലി. 3/4 ടീഷർട്ടും ഇട്ട് പുറത്തിറങ്ങിയ ഒരു യുവാവ്, വയറ് വരെ കാണുന്ന ഒരു ടീഷർട്ടാണ് 3/4 ഇട്ടിട്ടുള്ളത്. തുടയിൽ വെട്ടുകയും വയറിൽ കുത്തുകയും ചെയ്തു. അപ്പോൾ ഒരാൾ പറഞ്ഞു 99% കൊലപാതകം ചെയ്ത ആളുടെയാണ് തെറ്റ്, 1% ഇയാളുടെ അടുത്തും തെറ്റുണ്ട്. കാരണം തുട കാണിച്ചതുകൊണ്ടാണ് തുടയിൽ വെട്ടേറ്റത്. വയറുമായിട്ട് വീട്ടിൽ വയറ് വെക്കാതെ വയറുമായി പുറത്തിറങ്ങിയത് കൊണ്ടാണ് വയറിൽ കുത്തേറ്റതെന്ന് ഒരാൾ പറഞ്ഞു. ഇതൊരു ബാലൻസ്ഡ് വ്യൂ ആണ്, ആരുമായിട്ട് ബന്ധമില്ല. മൂന്നാമത്തെ കാര്യം, വളരെ കൃത്യമായി WPC 2110 2014 കോടതി പറഞ്ഞിട്ടുണ്ട് 19(1) മാത്രമാണ് സിറ്റിസൺ അപ്ലിക്കബിൾ. 19(2) എന്ന് പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിലെ രാഹുൽ പറഞ്ഞ ഡീസൻസി നുണയാണ്. ഇത് സ്റ്റേറ്റിനാണ് ഇത്തരം റൂൾ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഒബ്സിനിറ്റി ലോ നിലവിലുണ്ട്. ഒബ്സിനിറ്റി ലോ പ്രകാരം ഒരിക്കലും കേസെടുക്കാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല വസ്ത്രധാരണവും 19(1) പ്രകാരം ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ അവിടെ 21 വസ്ത്രധാരണമാണ് നിലനിൽക്കാന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ശരി, എനിക്കൊരു 30 സെക്കൻഡിൽ പറയാം. ആദ്യം തന്നെ ഡോക്ടർ ചിന്താചരവും ഓർക്കേണ്ടത്, ഞാൻ കൈയടിക്ക് വേണ്ടിയല്ല, ആരുമില്ലാത്തപ്പോഴും ഒറ്റയ്ക്കും വിശ്വാസത്തിന് വേണ്ടി പോരാടി ജയിച്ചൊരു വ്യക്തിയാണ്. അത് മാത്രം ഓർത്താൽ എനിക്കൊരു നന്ദിയാണ് പറയാനുള്ള അടുത്ത 20 സെക്കൻഡിൽ. അത് റിപ്പോർട്ട് ടീമിന്റെ ടെക്നിക്കൽ ടീമിനോടാണ്. ഞാൻ വസ്ത്രധാരണം എന്നൊരു കാര്യമില്ല ഹൈക്കോടതി വിധിയിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചപ്പോ അപ്പം തന്നെ ഹൈക്കോടതി നിരീക്ഷണങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുകയും അതിൽ വസ്ത്രധാരണം ഇല്ല എന്ന് പൊതുജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി തടിച്ചവരെ കുറിച്ച്, മെലിഞ്ഞവരെ കുറിച്ച്, ബോഡി ഷെയ്മിംഗ് പാടില്ല തുടങ്ങിയ വിശദീകരണം റിപ്പോർട്ട് ആ ടെക്നിക്കൽ ടീം എന്നുള്ളത് അവർ ഒരുപക്ഷെ എന്നെ പോലെ ഒരു സീക്രട്ട് പുരുഷ അനുകൂലിയായിരിക്കും. അതുകൊണ്ടായിരിക്കും കൃത്യമായി ടെക്നിക്കൽ ടീം അപ്പം തന്നെ മാറ്റിയത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ വിധിയാക്കി അതില്ല. അഡ്വക്കേറ്റ് അഭിലാഷ് പറഞ്ഞ എന്നെ വിമർശിച്ചോണ്ടുകൊണ്ട് എന്നുള്ള ആ ബാലൻസ് നിലപാടിന് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട കോടതി എന്ത് പറഞ്ഞാലും ഞാൻ അതനുസരിക്കും, അതിന് യാതൊരു വിരോധവും ഉണ്ടാവില്ല. പക്ഷേ വനിതാ കമ്മീഷന്റെ നിലപാടിനെ ബഹുമാനത്തോടെ എതിർക്കുകയും. ശരി, കോടതിയിൽ നിന്ന് വന്ന വാചകങ്ങൾ അതേപടി നേരത്തെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. രാഹുലിനുള്ള പ്രത്യേകമായ ഒരു പിന്തുണയായി രാഹുൽ തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ തോന്നിയെങ്കിൽ നല്ല കാര്യം. അത് ശ്രദ്ധിച്ചു കാണില്ല, അതിന് വസ്ത്രധാരണം ഇല്ല. ആയിക്കോട്ടെ, വസ്ത്രധാരണം ഇല്ല എന്ന് വെച്ച് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പറയാം എന്നാണോ താങ്കൾ വിചാരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നോക്കാം. ബോഡി ഷെയ്മിംഗ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടി വരുന്നതാണ്. അതിൽ എന്തൊക്കെ വരുമെന്നുള്ളത് ഇനി പിന്നീട് വ്യാഖ്യാനിച്ച് കണ്ടെത്താം. ഏതായാലും താങ്കളുടെ കേസ് എന്തായാലും കോടതിയിൽ എത്തുമല്ലോ. അപ്പോൾ കൂടുതൽ വ്യക്തത വരട്ടെ. വളരെ നന്ദി അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഡോക്ടർ ചിന്ത ജോറം, ദിനു വെയിൽ, രാഹുൽ ഈശ്വർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.